ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെയുള്ള സഫാരി വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവം തന്നെയാണ്. അതിനെ പുനഃസൃഷ്ടിക്കാനുള്ള നീക്കത്തിലാണ് UAE അല്ലൈൻ നഗരം. അല്ലൈൻ മൃഗശാലയോട് ചേർന്നുള്ള ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത സഫാരി പാർക്കിലേക്കാണ് വീക്കെൻഡ് അറേബ്യയുടെ അടുത്ത യാത്ര. UAE ഹരിത നഗരം അലൈൻ വീണ്ടും വിനോദസഞ്ചാര ഭൂപടത്തിൽ വലിയ അക്ഷരങ്ങളിൽ അടയാളപ്പെടുത്തുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത സഫാരി പാർക്ക് ഒരുക്കിയാണ് ഈ നഗരം വീണ്ടും സഞ്ചാരികളെ മാടി വിളിക്കുന്നത്. പഴയ അലൈൻ മൃഗശാലയോട് ചേർന്നാണ് ഇവിടെ മനുഷ്യനിർമ്മിത ആഫ്രിക്കൻ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. വാഹനത്തിൽ മൃഗങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നു എന്നതാണ് സഫാരി പാർക്കിന്റെ പ്രത്യേകത. നമുക്ക് യാത്ര തുടങ്ങാം. ആദ്യം ഈ ചെറിയ വാഹനത്തിൽ അലൈൻ സൂവിലെ കാഴ്ചകൾ കണ്ടാണ് യാത്ര ആരംഭിക്കുക. UAE ഒറിക്സുകളെ സംരക്ഷിക്കാനാണ് അലൈൻ മൃഗശാല ആരംഭിച്ചത്. അതിനാൽ തന്നെ വിവിധ തരം ഒറിക്സുകൾ തന്നെയാണ് നമ്മെ ആദ്യം വരവേൽക്കുക. മൃഗശാലയിലെ കാഴ്ചകൾ കണ്ടു നീങ്ങി സഫാരി പാർക്കിന് അരികിലെത്തി. ഇനി ഇവിടെ നിന്ന് വണ്ടി മാറിക്കയറണം. 4 വീലറിലാണ് സഫാരി പാർക്കിലെ സഞ്ചാരം. അതീവ സുരക്ഷയുള്ള ഇരട്ട ഗേറ്റുകൾ തുറന്നു വേണം സഫാരി പാർക്കിലേക്ക് പ്രവേശിക്കാൻ. ഈ ഗേറ്റുകൾ രണ്ടും ഒരേ സമയം തുറന്നു കിടക്കില്ല എന്നതാണ് പ്രത്യേകത. ആഫ്രിക്കൻ മൃഗങ്ങളെ കാണാനുള്ള യാത്രയിൽ ആദ്യം ഞങ്ങളെ വരവേറ്റത് മക്കൾക്കൊപ്പം നീരാട്ടിനിറങ്ങിയ ആഫ്രിക്കൻ ഗൂസാണ്. ഇവൾ സത്യത്തിൽ ഈ പാർക്കിലെ അന്തേവാസിയല്ല. ദേശാടനത്തിനിടയിൽ പാർക്കിലെ അന്തരീക്ഷം ഇഷ്ടപ്പെട്ട് ഇവിടെ വന്ന് താവളമാക്കിയതാണത്രേ. വേനൽക്കാലത്ത് നിറം മാറുന്ന ഒറിക്സാണിത്. തണുപ്പുകാലത്ത് ഇവന് തവിട്ട് നിറമാണെങ്കിൽ വേനലാകുന്നതോടെ ശരീരം വെള്ളയായി മാറും. വേനൽ തുടങ്ങിയതിനാൽ ഇവർ നിറം മാറ്റത്തിന്റെ തുടക്കത്തിലാണ്. ഒട്ടകപ്പക്ഷികളെയും വിവിധ ഇനം ഒറിക്സുകളെയും കണ്ടു നീങ്ങവെയാണ് ജിറാഫ് കൂട്ടം മുന്നിലെത്തിയത്. ഇവയെ വാഹനത്തിന് പുറത്തിറങ്ങി ക്യാമറയിൽ പകർത്താൻ അവസരം കിട്ടി. TV-യിൽ വരും എന്നറിഞ്ഞിട്ടാണോ എന്നറിയില്ല, ജിറാഫുകൾ പലതരത്തിൽ പോസ് ചെയ്തു തന്നു. പാറകളും ഗുഹകളും കുടിലുകളുമൊക്കെയായി ഒരു ആഫ്രിക്കൻ വനമേഖലയാണ് ഈ പാർക്ക്. ഇത് പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് മരുഭൂമിയിൽ നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ പാറക്കെട്ടുകൾ വരെ മനുഷ്യനിർമ്മിതമാണ്. മൃഗങ്ങൾ മാത്രമല്ല, 2200 ഇനം ചെടികളും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. നിന്ന നിൽപ്പിൽ സ്പ്രിംഗ് കണക്കെ ചാടുന്ന സ്പ്രിംഗ് ബോക്ക് എന്നറിയപ്പെടുന്ന ഗസലുകളുടെ കൂട്ടമാണിത്. പാർക്കിൽ ചുവന്ന ഇഷ്ടിക കണക്കെ കാണുന്ന ഇവ മൃഗങ്ങൾക്ക് ആവശ്യമായ ഉപ്പാണ്. ആഫ്രിക്കയിലെ വെള്ളത്തെ അപേക്ഷിച്ച് UAE വെള്ളത്തിൽ ലവണങ്ങളുടെ അംശം കുറവായതിനാൽ ആ കുറവ് പരിഹരിക്കാനാണ് ഇവ നിക്ഷേപിച്ചിരിക്കുന്നത്. പാർക്കിലെ ഈ പച്ചത്തുരുത്തിൽ സീബ്രകളുണ്ട്. തലയിൽ കുരിശടയാളമുള്ള ബ്ലസ്ഡ് ബോക്കുകളുണ്ട്. ഇംബാല എന്നറിയപ്പെടുന്ന മാനിന്റെ കൂട്ടമാണിത്. വലിയ ഓട്ടക്കാരാണിവർ. ചീറ്റപ്പുലികൾക്ക് മാത്രമേ ഇവയെ ഓട്ടത്തിൽ തോൽപ്പിക്കാനാവൂ.
നമ്മുടെ യാത്ര സിംഹമടയിലേക്കാണ്. കൂട്ടിലടച്ച സിംഹങ്ങളെ മാത്രം കണ്ടു ശീലിച്ച നമുക്ക് അല്പം ഉൾക്കിടിലത്തോടെയാണെങ്കിലും സിംഹരാജനെ ദർശിക്കാം. സിംഹം കാഴ്ചക്കാരെ ആക്രമിക്കാതിരിക്കാൻ ചില സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ കിടങ്ങ് ഒരു സുരക്ഷാ സംവിധാനമാണ്. ഈ വന്യമൃഗങ്ങൾക്ക് ഇങ്ങോട്ട് ഈ കിടങ്ങ് കടന്ന് ഈ മറ്റു മൃഗങ്ങളെ ആക്രമിക്കാൻ കഴിയില്ല. അതിനുള്ളൊരു സുരക്ഷാ സംവിധാനമായിട്ടാണ് ഈ കിടങ്ങ് ഇവിടെ കുഴിച്ചിട്ടുള്ളത്. സിംഹത്തെ കുറെ കൂടി അടുത്തു കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്നു നിൽക്കാം. ഈ ചില്ലുമതിൽ തകർത്ത് സിംഹം വരില്ലെന്ന ധൈര്യത്തോടെ. സിംഹങ്ങൾക്ക് ഭക്ഷണം എത്തിക്കാൻ പ്രത്യേക സംവിധാനങ്ങളും രീതികളും സഫാരി പാർക്കിലുണ്ട്. Actually, the all lions here, we have his room. Okay, so give him his food inside the room at maybe in the morning or in the evening at 5 or 6 o'clock for the all lions. How many gram we eat today? And we have on Sunday like a dieting program. സിംഹമടയിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടു മടങ്ങുമ്പോൾ മറ്റൊരു ജിറാഫ് സംഘം വെള്ളം കുടിക്കാനെത്തിയിരുന്നു. ഈ സഫാരി പാർക്ക് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമാണെങ്കിലും ഈ തടാകമെല്ലാം മഴ പെയ്ത് പ്രകൃതിയാ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഇലിയാൻ എന്ന ആഫ്രിക്കൻ ഒറിക്സ് ആണിവൻ. ചില ആംഗിളിൽ മാനാണോ എന്ന് തോന്നും, മറ്റു ആംഗിളിലാണെങ്കിൽ പശുവാണോ എന്നൊക്കെ തോന്നിപ്പോകും. ഏതായാലും ഏറ്റവും വലിപ്പമുള്ള ഒറിക്സ് ആണിവൻ. സഫാരി പാർക്കിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഇനി ഷെയ്ഖ് സായിദ് ഡെസേർട്ട് ലേണിംഗ് സെന്ററിലേക്ക് പോകാം. മരുഭൂമിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നാടിന്റെയും ജനതയുടെയും ചരിത്രം പറയുകയാണ് ഈ കേന്ദ്രം. മരുഭൂമിയുടെ ചരിത്രവും വർത്തമാനവും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കേന്ദ്രമാണിത്. ഇവിടെ 5 ഗാലറികളിലായി മരുഭൂമിയിലെ ജീവികളുടെയും വൃക്ഷങ്ങളുടെയും ജനസമൂഹത്തിന്റെയും കഥകൾ നമുക്ക് കണ്ടുമുട്ടാം. ഈ കെട്ടിടം തന്നെ പരിസ്ഥിതി സൗഹൃദമാണ്. സൗരോർജമാണ് പ്രധാന വൈദ്യുതി ഉറവിടം. വൈദ്യുതി വിളക്കുകൾ പരമാവധി കുറച്ച് ഏത് സമയത്തും പരമാവധി സൂര്യപ്രകാശം അകത്തേക്ക് കടന്നു വരുന്ന വിധമാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മിതി. محمد اعطهم شوي مقدمه هني. لا 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 اوكي and there come with me please. يا اخي استحى عليك محمد تعال والله. اوكي here we will see more information about our environment. Yes, the desert animals, plants. There you will see the അകത്ത് ചെറുതും വലുതുമായ തിയേറ്ററുകൾ. ഇവിടെ മരുഭൂമിയെക്കുറിച്ച അവിടുത്തെ ജീവിതത്തെക്കുറിച്ച ചെറിയ സിനിമകൾ കാണാം.
സഫാരി പാർക്കിലെ കാഴ്ചകൾ 4 വീലറിൽ കറങ്ങി ആസ്വദിക്കാൻ 1 മുതൽ 6 പേർക്ക് വരെ 1000 ദിർഹമാണ് ചാർജ്. 250 ദിർഹം നൽകിയാൽ ഈ ട്രക്കിലും സഫാരി പാർക്കിലെ കാഴ്ചകൾ ചുറ്റിക്കാണാം. ഗൈഡുകളായി പ്രത്യേകം പരിശീലനം സിദ്ധിച്ച സ്വദേശി യുവതി യുവാക്കൾ തന്നെ നമ്മെ അനുഗമിക്കും. സഫാരി പാർക്കിന്റെ ആദ്യഘട്ടം മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഇവിടെ ഏഷ്യൻ സഫാരി പാർക്കും എലഫന്റ് സഫാരി പാർക്കും വരാനിരിക്കുന്നതേയുള്ളൂ. നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒരു വരവ് കൂടി ഇവിടേക്ക് വരേണ്ടി വരും. മരുഭൂമിയെ സ്നേഹിക്കുന്നവർക്ക്, മൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്ക്, പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവർക്ക് ഇവിടേക്ക് വരാതിരിക്കാനാവില്ല.